മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നിയോലിത്തിക് ഹാബിറ്റേഷൻ സൈറ്റ് വിത്ത് എവിഡൻസ് ഓഫ് ഏർലി മെറ്റലർജി അൺഎർത്തഡ് ഇൻ ആസാം. അതായത് ആസാമിലെ ദിമഹാസോ ഡിസ്ട്രിക്റ്റിലെ ജിയോജലി ഹൈഡിംഗ് സൈറ്റ് എന്ന ഒരു നിയോലിത്തിക് സൈറ്റ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. 2700 വർഷം പഴക്കമുള്ള ഒരു സൈറ്റ് ആണ്. സോ അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ബിവെയർ ബീച്ചസ് നിയർ റിവർ മൗത്ത് ദ എയർ മേ നോട്ട് ബി ഫ്രഷ്. അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ കോസ്റ്റൽ എയർ എന്ന് പറയുന്നത് വളരെ മോശം കണ്ടീഷനിലൂടെയാണ് കടന്നു പോകുന്നത്. സോ ആ ഒരു പൊള്യൂട്ടൻസിന്റെയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ലാബ് ഗ്രോൺ ബാറ്റ് ഓർഗൻസ് നെക്സ്റ്റ് ഓഫ് എൻ റൂട്ട് ടു പ്രെഡിക്റ്റിംഗ് പാൻഡമിക്സ്. അതായത് ബാറ്റ്സ് ഇത്രത്തോളം വൈറസിനെ ക്യാരി ചെയ്തിട്ടും അവർക്ക് ഡിസീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. പക്ഷെ അത് മനുഷ്യനിൽ ഒരുപാട് റിസ്കുകൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. നെക്സ്റ്റ്, വൈ ഈസ് ദ RBI ചേഞ്ചിങ് ഗോൾഡ് ലോൺ റൂൾസ്. RBI റീസെന്റ് ഗോൾഡ് ലോൺ റൂൾസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചാണ് ആ ഒരു ആർട്ടിക്കിളിൽ. നെക്സ്റ്റ്, ഹൗ ഡു മിലിറ്ററി സ്റ്റാൻഡ് ഓഫ് അഫക്ട് ഏവിയേഷൻ. അതായത് മിലിറ്ററി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബയലാറ്ററൽ ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ രണ്ട് കൺട്രികൾ തമ്മിൽ എയർ സ്പേസ് ക്ലോസ് ചെയ്യാറുണ്ട്. അത് എത്രത്തോളം ആ രണ്ട് കൺട്രീസിനെയും ഇമ്പാക്ട് ചെയ്യുന്നു എന്ന് ഡീപ്ലി അനാലിസിസ് നടത്തുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ലാസ്റ്റ് ഉള്ളത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ന്യൂസും നോക്കാം. സോ ഫസ്റ്റ് വൺ, നിയോലിത്തിക് ഹാബിറ്റേഷൻ സൈറ്റ് വിത്ത് എവിഡൻസ് ഓഫ് ഏർലി മെറ്റലർജി അൺഎർത്തഡ് ഇൻ ആസാം. അതായത് ആസാമിലെ ഒരു നിയോലിത്തിക് സൈറ്റ് പുതുതായിട്ട് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ഡവോജലി ഹൈഡിംഗ് സൈറ്റ് എന്നാണ് അതിന്റെ പേര്. 2700-ലധികം വർഷം പഴക്കമുള്ള ഒരു നിയോലിത്തിക് സൈറ്റ് ആണത്. അതില് ആർട്ടിഫാക്ട്സ് ലൈക്ക് സെലറ്റ്സ്, കോഡ് മാർക്ഡ് പോട്ടറി ആൻഡ് ജേഡഡ് സ്റ്റോൺ ലിങ്കിങ് ടു ബ്രോഡർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നിയോലിത്തിക് കൾച്ചർ. നോർത്ത് ഈസ്റ്റിലാണ് ഇത് ഡിസ്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നിയോലിത്തിക് കൾച്ചർ ഇത് കാണിക്കുന്നുണ്ട്. ആൻഡ് എവിഡൻസ് ഓഫ് മെറ്റലർജി. Einslag and furnace mark the site as a significant center of early metallurgy activity in northeast India, strengthening past archaeological hypothesis. അതേണക്ക് തന്നെ ഈ ഒരു നിയോലിത്തിക് ഹാബിറ്റേഷന് ഒരുപാട് ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട്. 1960 റോഡ് കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ഡാമേജുകൾ ഈ ഒരു സൈറ്റിന് സംഭവിച്ചിട്ടുണ്ട്. സോ റേഡിയോ കാർബൺ ഡേറ്റിംഗും അതേണക്ക് തന്നെ ഫർദർ റിസർച്ചിനും ഒക്കെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്. സോ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ദവോജലി ഹൈഡിംഗ്. ഇറ്റ്സ് എ നിയോലിത്തിക് സൈറ്റ് ഇൻ ആസാം. അതേണക്ക് തന്നെ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ദിമഹാസോ ഡിസ്ട്രിക്റ്റ് ആണ്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രാറ്റിഫൈഡ് നിയോലിത്തിക് സൈറ്റ് ഫൗണ്ട് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അതേപോലെ തന്നെ ഹ്യൂമൻ സെറ്റിൽമെന്റും അഗ്രികൾച്ചറിനെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ടുള്ള ഒരു കീ ആണ് ഈ പറയുന്ന നിയോലിത്തിക് ഹാബിറ്റേഷൻ സൈറ്റ്. ഇനി അവിടെ കണ്ടിട്ടുള്ള ആർട്ടിഫാക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റോൺ ടൂൾസ് അവിടെ ഉണ്ടായിരുന്നു. അതായത് പോളിഷ്ഡ് ആയിട്ടുള്ള ഡബിൾ ഷോൾഡർ സെലറ്റ്സ് ആണ് അവിടെ കാണുന്നത്. ഇത് ഫാമിങ്ങിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ്, പോട്ടറി. അതായത് കോഡ് മാർക്ക്ഡ് കൊയേഴ്സ് പോട്ടറി ആണ് അവിടെ കാണുന്നത്. ദെൻ ജെഡൈറ്റ്. ജെഡൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടഡ് സ്റ്റോൺ ആണ്. അത് ചൈനയായിട്ടും അതേപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആയിട്ടൊക്കെയുള്ള അവരുടെ ട്രേഡിനെയാണ് കാണിക്കുന്നത്. ദെൻ മെറ്റലർജി ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ മെറ്റലർജിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡവോജലി ഹൈഡിംഗ് എന്ന് പറയുന്നത് മെയിൻലി നിയോലിത്തിക് ടൂൾസ് ആൻഡ് പോട്ടറി ആണ്. അതേണക്ക് തന്നെ അവിടെ ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റിലുള്ള പ്രത്യേകതകളായ അയൺസ്ലാഗോ അതേണക്ക് തന്നെ ഫർണസോ ഒന്നും തന്നെ ഈ നിയോലിത്തിക് സൈറ്റിൽ കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ചില നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ ഈ പറയുന്ന അയൺസ്ലാഗും ഫർണസും കാണുമ്പോൾ അതേസമയം ഈ പുതിയ നിയോലിത്തിക് സൈറ്റിൽ അതൊന്നും തന്നെ കാണുന്നില്ല. സോ ഡവോജലി ഹൈഡിംഗ് എന്ന് പറയുന്നത് ഏർലി മെറ്റലർജിനെ അല്ല അവിടെ കാണിക്കുന്നത്. അതൊരു നിയോലിത്തിക് ഹാബിറ്റേഷന്റെ ഭാഗമായിട്ടുള്ള മെറ്റലർജിനെയാണ് അവിടെ കാണിക്കുന്നത്. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ GS1 ഈ ഒരു ടോപ്പിക് വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇന്ത്യൻ കൾച്ചറിലെ നിയോലിത്തിക് കൾച്ചർ ആൻഡ് ഏർലി മെറ്റലർജി ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അതേപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയിൽ ഇമ്പാക്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് ഓൺ ആർക്കിയോളജിക്കൽ ഹെറിറ്റേജ്. ദെൻ ഇന്ത്യൻ സൊസൈറ്റിയിലെ കൾച്ചറൽ ഡിഫ്യൂഷൻ ആൻഡ് പ്രീഹിസ്റ്റോറിക് ലിങ്ക് വിത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഈ തുടങ്ങിയ തീംസിലൊക്കെ ഈ ഒരു ടോപ്പിക് വളരെയധികം റെലവെന്റ് ആണ്. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. ബിവെയർ ബീച്ചസ് നിയർ റിവർ മൗത്ത് ദ എയർ മേ നോട്ട് ബി ഫ്രഷ്. അതായത് കോസ്റ്റൽ എയർ വളരെയധികം മോശം സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റഡീസ് ആണ് ഇത്. സോ പൊല്യൂട്ടഡ് റിവർ ടു എയർബോൺ ടോക്സിൻസ്. അതായത് സീയിൽ എത്തുന്ന ടോക്സിൻസ് പലപ്പോഴും വളരെയധികം കോസ്റ്റൽ എയറിനെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്.
ഇത് കോസ്റ്റൽ പോപ്പുലേഷന് വളരെയധികം ഹെൽത്ത് റിസ്കുകളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഏതൊക്കെയാണ് ആ ടോക്സിക് കോമ്പൗണ്ട്സ് എന്ന് നമുക്ക് നോക്കാം. മെറ്റാഫെറ്റമിൻ, സൺസ്ക്രീൻ ഏജൻസ്, തൈറോയിഡ് അഡിക്റ്റീവ്സ്, കൊക്കൈൻ മെറ്റാബോലൈറ്റ്സ്, ഇതൊക്കെയാണ് ആ ഒരു കോസ്റ്റൽ എയറിൽ കൂടുതലായിട്ടും കാണുന്നത്. സോ എയർബോൺ ട്രാൻസ്മിഷൻ ഓഫ് വാട്ടർ പൊല്യൂട്ടൻസ് വളരെയധികം ഹെൽത്ത് റിസ്കുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു ഗ്ലോബൽ ഇംപ്ലിക്കേഷൻസ് എത്രത്തോളമാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് വേൾഡ് വൈഡ് നോക്കുമ്പോൾ 40,000-ലധികം ടൺസ് പൊല്യൂട്ടൻസ് ആണ് ഈ ഒരു കോസ്റ്റൽ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇത് ക്രോണിക് ഹെൽത്ത് റിസ്കുകളും അതേണക്ക് തന്നെ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിനെ ടോട്ടലി മാർജിനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എയറോസലൈസേഷൻ ഓഫ് വാട്ടർ പൊല്യൂട്ടൻസ്. എന്താണ് ഈ പറയുന്ന എയറോസലൈസേഷൻ? അതായത് വാട്ടർ പൊല്യൂട്ടൻസ് ഗെറ്റ് എയർബോൺ ആസ് ടൈനി ഡ്രോപ്ലെറ്റ്സ്. ദെൻ ഇതിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്? അതായത് എയറിൽ നിന്ന് ലാൻഡിലേക്ക് ഈ പറയുന്ന പൊല്യൂട്ടൻസ് വളരെ ഈസിലി ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് എത്രത്തോളം എഫക്ട് ഉണ്ടാക്കുന്നുണ്ട്? ഇത് വളരെയധികം ഹെൽത്ത് റിസ്കുകളാണ് ആ ഒരു എൻറ്റയർ കോസ്റ്റൽ പോപ്പുലേഷന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഈ പൊല്യൂട്ടൻസിന്റെ നൈംസും അതിന്റെ സോഴ്സുകളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഒക്ടിനോസൈറ്റ്. ഒക്ടിനോസൈറ്റ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ പറയുന്ന കോസ്മെറ്റിക്സിലാണ്. ഈ സൺസ്ക്രീൻസ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഈ പറയുന്ന ഒക്ടിനോസൈറ്റ് കൂടുതലും കാണപ്പെടുന്നത്. നെക്സ്റ്റ്, ഡിബെൻസൈലമിൻ. ഡിബെൻസൈലമിന്റെ സോഴ്സ് എന്ന് പറയുന്നത് റബ്ബർ ഇൻഡസ്ട്രിയാണ്. റബ്ബർ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു പൊല്യൂട്ടന്റ് ആണ് ഈ പറയുന്ന ഡിബെൻസൈലമിൻ. നെക്സ്റ്റ്, മെറ്റാംഫെറ്റമിൻ ഓർ ബെൻസൈക്ലോഗനിൻ. ഇത് ഒരു ടൈപ്പ് കൊക്കൈന്റെ ഒരു വേർഷൻ ആണ്. അതായത് ഫ്രം ഇലിസിറ്റ് ഡ്രഗ്സ് ആൻഡ് ദെയർ ബ്രേക്ക് ഡൗണിലാണ് ഈ പറഞ്ഞ മെറ്റാഫെറ്റമിൻ കൂടുതലായിട്ടും കാണുന്നത്. ദെൻ LCMS ഫോർ പൊല്യൂട്ടന്റ് ഡിറ്റക്ഷൻ. LCMS എന്ന് പറയുന്നത് വാട്ടറിലും അതേണക്ക് തന്നെ എയറിലും ഉള്ള പൊല്യൂട്ടൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം ആണ്. സോ ഇത് കെമിക്കൽസിനെ സെപ്പറേറ്റ് ചെയ്യും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മെയിൻ യൂസേജ് എന്ന് പറയുന്നത് പൊല്യൂട്ടൻസിന്റെയും ഡ്രഗ്സിന്റെയും ഒക്കെ ട്രേസ് കണ്ടുപിടിക്കാനാണ് ഈ പറയുന്ന LCMS മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3യിലും GS2യിലും ഈ ഒരു ടോപ്പിക് വളരെയധികം റെലവെന്റ് ആണ്. GS3 എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അതേണക്ക് തന്നെ ഇന്റർഡിസിപ്ലിനറി സ്റ്റഡി ഓഫ് വാട്ടർ, എയർ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ത്രൂ എൻവയോൺമെന്റൽ കെമിസ്ട്രി. GS2യിലാണെങ്കിൽ unknown chronic effects of airborne toxic pollutants on vulnerable coastal communities തുടങ്ങിയ ടോപ്പിക്കിലൊക്കെ ഈ ഒരു തീം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. ലാബ് ഗ്രോൺ ബാറ്റ് ഓർഗൻസ് നെക്സ്റ്റ് സ്റ്റോപ്പ് എൻ റൂട്ട് ടു പ്രെഡിക്റ്റിംഗ് പാൻഡമിക്സ്. സോ ഒരു ബാറ്റ് വൈറോളജിയിൽ ഒരു ബ്രേക്ക് ത്രൂ സംഭവിച്ചിരിക്കുകയാണ്. റിസർച്ചേഴ്സ് ബാറ്റ്സിന്റെ സെൽ ലൈൻസും മറ്റും സ്റ്റഡി ചെയ്തപ്പോൾ ഈ പറഞ്ഞ SARS-CoV-2 ആയാലും മെർസ് കോവിഡ് ആയാലും അതേപോലെ തന്നെ ഹാൻഡ വൈറസ് ഒക്കെ ആയാലും ബാറ്റ് ടിഷ്യൂവിനെ എത്രത്തോളമാണ് ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ള സ്റ്റഡീസ് നടന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇത്രത്തോളം വൈറസിനെ ബാറ്റ് ക്യാരി ചെയ്യുന്നെങ്കിലും അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഡിസീസും മറ്റും ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ അത് മനുഷ്യനിൽ വളരെയധികം ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ്, സൂണോട്ടിക് റിസ്ക് മാപ്പിംഗ്. അതായത് സ്പീഷ്യസിനെയും അവരുടെ ഓർഗൻ സ്പെസിഫിക് വൈറസ് വൾനറബിലിറ്റീസിനെയും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ സൂണോട്ടിക് റിസ്ക് മാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ത്യയിൽ ഇത് എത്രത്തോളം റെലവെന്റ് ആണ്? നമുക്ക് 120+ ബാറ്റ് സ്പീഷീസ് ആണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. സോ അതേണക്ക് തന്നെ ഈ പറഞ്ഞ കേരളത്തിൽ ഔട്ട്ബ്രേക്ക് ചെയ്ത നിപ്പ, എബോള ആന്റിബോഡീസ് ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എത്രത്തോളം ഇന്ത്യ ഈ പറഞ്ഞ ബാറ്റ് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുന്ന ഡിസീസുകളൊക്കെ. സോ ബാറ്റ് വൈറസ് റിസർച്ച് കപ്പാസിറ്റി നമ്മൾ വളരെയധികം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ സ്റ്റഡീസിൽ പറയുന്നത്. ദെൻ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ബാറ്റ് ഓർഗനോയിഡ്സ് ആൻഡ് ഇമ്മോർട്ടലൈസ്ഡ് സെൽ ലൈൻസ്. എന്താണ് ഈ പറഞ്ഞ 3D ഓർഗനോയിഡ്സ്? അതായത് വൈറസ് ഇൻഫെക്ഷനെ കുറിച്ച് പഠിക്കാനായിട്ട് ലാബ് ഗ്രോൺ ബാറ്റ് ടിഷ്യൂ നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത് വളർത്തുന്നതിനാണ് ഈ പറയുന്ന 3D ഓർഗനോയിഡ്സ് എന്ന് പറയുക. ദെൻ ഇമ്മോർട്ടലൈസ്ഡ് സെൽസ്, അതായത് എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ്ലി ബാറ്റ് സെൽസ് നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യുക, അതിനാണ് ഇമ്മോർട്ടലൈസ്ഡ് സെൽസ് എന്ന് പറയുക. നെക്സ്റ്റ്, ഇതിന്റെ പർപ്പസ് എന്താണ്? ബാറ്റ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ച് പഠിക്കുക, അതേണക്ക് തന്നെ വൈറസ് ട്രാൻസ്മിഷൻ മെക്കാനിസത്തെ കുറിച്ച് പഠിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ മേജർ പർപ്പസ് എന്നുള്ളത്. സോ വൈറസസ് ലിങ്ക് ടു ബാറ്റ്സ്. ഏതൊക്കെ വൈറസസുകളാണ് ഈ പറഞ്ഞ ബാറ്റുമായിട്ട് ലിങ്ക് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, SARS-CoV-2, MERS കോവിഡ്, ഹാൻഡ വൈറസ്, ഒർത്തിരോ വൈറസ്, പാരമോക്സിയോ വൈറസ്. ഇതൊക്കെയാണ് ബാറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വൈറസുകൾ. സോ സൂണോട്ടിക് റിസ്ക് എത്രത്തോളമാണ് നമുക്ക് നോക്കാം. ബാറ്റ്സ് ഈ വൈറസിനെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. പക്ഷെ ഇത് ഹ്യൂമൻസിനെ വളരെയധികം മോശമായിട്ടാണ് ബാധിക്കുന്നത്.
സോ ഗ്ലോബൽ കൺസേൺ എന്ന് പറയുന്നത് 60+ ഹ്യൂമൻ ഇൻഫെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ബാഡ് വൈറസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. സോ വൈറസ് ഹോസ്റ്റ് ഇന്ററാക്ഷൻ മെക്കാനിസം ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് TMP-RSS2 ജീൻ, അതായത് സാർസ് കോവിഡ്-2 അടക്കമുള്ള വൈറസസിനെ സെൽസിലേക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ TMP-RSS2 ജീനാണ്. ദെൻ ഇമ്മ്യൂൺ ടോളറൻസ്, അതായത് ബാറ്റ്സിന് ഈ പറയുന്ന എക്സസീവ് ഇൻഫ്ലമേഷൻ സപ്രസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അത് അവരുടെ ഇമ്മ്യൂൺ ടോളറൻസ് ആണ്. ദെൻ സ്പീഷ്യസ് സ്പെസിഫിസിറ്റി, അതായത് റിസപ്റ്റർ കോമ്പാക്റ്റബിലിറ്റി ഡിറ്റർമൈൻ സ്പിൽ ഓവർ റിസ്ക്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നോക്കേണ്ടത് നോക്കാം. GS3യിലും GS2യിലും ഈ പറയുന്ന ടോപ്പിക് വളരെയധികം റെലവെന്റ് ആണ്. ഡെവലപ്മെന്റ് ഓഫ് ഓർഗനോയിഡ് ആൻഡ് സെൽ ലൈൻ മോഡൽസ് ഫോർ വൈറസ് ഹോസ്റ്റ് ഇന്ററാക്ഷൻ റിസർച്ച്, അതേപോലെ തന്നെ സൂണോട്ടിക് ഡിസ്ക് റിസ്ക് ഫ്രം ബാറ്റ്സ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഫോർ പാൻഡമിക് പ്രിപ്പയർനെസ്, ഇന്ത്യസ് ഇന്റർമിനിസ്ട്രിയൽ സ്പെസിഫിക് ഇനിഷ്യേറ്റീവ് ഓൺ എമർജിംഗ് വൈറസ് റിസ്ക് ഇൻ ബാറ്റ്സ്. ഈ തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു തീമുകളിലൊക്കെ ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, വൈ ഇസ് ദ RBI ചേഞ്ചിങ് ഗോൾഡ് ലോൺ റൂൾസ്? റീസെന്റ് RBI ഗോൾഡ് ലോൺ റൂൾസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഗോൾഡ് ലോൺ റൂൾസ് എന്ന രീതിയിലേക്ക് RBI മാറുകയാണ്. എല്ലാ ബാങ്ക്സിനും NBFCക്കും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഗോൾഡ് ലോൺ റൂൾസ് ആണ് RBI ഉദ്ദേശിക്കുന്നത്. വളരെയധികം സ്ട്രിക്റ്റർ നോംസ് ഓൺ LTV എന്ന് പറഞ്ഞാൽ ലോൺ ടു മാക്സിമം വാല്യൂ ആണ്. അതിനൊക്കെ ഓണർഷിപ്പ് പ്രൂഫ്, വാലുവേഷൻ മെത്തേഡ്സ്, ബോറോയിങ് എലിജിബിലിറ്റി ടു അഡ്രസ് റൈസ് ഇൻ ലെൻഡിങ് മാൽപ്രാക്ടീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് നോംസ് കൊണ്ടുവരാൻ RBI തീരുമാനിച്ചിട്ടുണ്ട്. സോ ഇത് എത്രത്തോളം ഒരു ഇമ്പാക്ട് ബോറോവേഴ്സിനായാലും അതേണക്കെ NBFCക്കായാലും ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡിസ്ട്രപ്റ്റ് റൂറൽ ക്രെഡിറ്റ് സിസ്റ്റംസ്. കാരണം സ്മോൾ ഫാമേഴ്സ് കൂടുതലും ഗോൾഡ് ബാക്ക്ഡ് ആയിട്ടുള്ള ലോൺസ് ആയിരിക്കും അവരെടുക്കുക. ഇത് അവരുടെ റൂറൽ ക്രെഡിറ്റ് സിസ്റ്റത്തെ തന്നെ മൊത്തത്തിൽ ബാധിക്കും. അതേണക്കെ സ്ട്രിക്റ്റ് ഡോക്യുമെന്റേഷൻ, ലോവർ ഡിസ്പേഴ്സൽ എമൗണ്ട്സ്, കമ്പൈലൻസ് ബർഡൻസ്, ഇതൊക്കെ NBFCയുടെ ഫ്ലെക്സിബിലിറ്റിനെയും അതേണക്കെ തന്നെ ഫണ്ടിങ്ങിനെയൊക്കെ മോശമായിട്ട് ബാധിക്കും. സോ ഇതിന്റെ പോളിസി ടെൻഷൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. തമിഴ്നാട് CM ഇതിനെ ഒപ്പോസ് ചെയ്ത് പറയുകയുണ്ടായി. കാരണം ഇത് റൂറൽ ആൻഡ് അഗ്രികൾച്ചർ ബോറോവേഴ്സിന് വളരെയധികം നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സെൻട്രലിന്റെ തീരുമാനം എന്ന് പറയുന്നത് ജാനുവരി 2026 തൊട്ടാണ് ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേണക്കെ തന്നെ സ്മാൾ ബോറോവേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യുമെന്നും സെന്റർ പറയുന്നുണ്ടായി. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ്, LTV ക്യാപ്പ് ആൻഡ് ഗോൾഡ് വാലുവേഷൻ. ലോൺ ടു മാക്സിമം വാല്യൂ ക്യാപ്പ് എത്രത്തോളമാണ്? 75% ഫോർ ഓൾ ഗോൾഡ് ലോൺസ് ആണ്. അതിനൊക്കെ ഗോൾഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 22 കാരറ്റ് റേറ്റിലാണ് നമ്മൾ ഗോൾഡ് വാല്യൂ പറയുന്നത്. LTV മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 75% ആണ് ആ ഒരു ത്രൂ ഔട്ട് ലോണിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദെൻ ബോറോവറിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 5,000 പെർ ഡേ ഗോൾഡ് റിട്ടേൺ ഡിലേ ചെയ്യുകയും മറ്റോ ചെയ്യുകയാണെങ്കിൽ 5,000 പെർ ഡേ കോമ്പൻസേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതെനിക്ക് തന്നെ സർട്ടിഫിക്കറ്റ് ഫോർ ഗോൾഡ് പ്യൂരിറ്റി, വെയിറ്റ്, വാല്യൂ തുടങ്ങിയ ട്രാൻസ്പെറൻസി മെത്തേഡ്സും അവിടെ ഉണ്ട്. ഓണർഷിപ്പ് പ്രൂഫ് ഓൺലി ഓൺ നോൺ ഡിസ്പ്യൂട്ടഡ് ഗോൾഡ് തുടങ്ങിയവയൊക്കെയാണ്. ദെൻ കൺസെപ്ഷൻ വേഴ്സസ് ഇൻകം ലോൺസ്. കൺസെപ്ഷൻ ലോൺസ് എന്ന് പറയുന്നത് 75% LTV ആണ്. മാക്സിമം 12 മന്ത് ആണ് റീപേയ്മെന്റ് ആയിട്ട് വരുന്നത്. ഇൻകം ലോൺസ് എന്ന് പറയുന്നത് ബാങ്ക് ആൻഡ് സെറ്റ് ഹയർ LTV വിത്ത് കൺട്രോൾസ് തുടങ്ങിയ അത്രത്തോളം ബാങ്ക്സിനും അധികാരങ്ങൾ വരുന്നുണ്ട്. എൻഡ് യൂസ് ചെക്ക് ലെൻഡേഴ്സ് മസ്റ്റ് മോണിറ്റർ ലോൺ പർപ്പസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദെൻ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3യിലായാലും GS2യിലായാലും ഈ ഒരു ടോപ്പിക് വളരെയധികം റെലവെന്റ് ആണ്. കാരണം RBI regulation of gold loans to prevent irregular and lending practices, impact of gold loan rules on rural credit assets and informal sector borrowers, center state concerns and regulatory balancing between financial integrity and rural welfare തുടങ്ങിയ തീമിലൊക്കെ ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഹൗ ഡു മിലിറ്ററി സ്റ്റാൻഡ് ഓഫ് അഫക്ട് ഏവിയേഷൻ. ഇപ്പൊ ഈ പറഞ്ഞ പഹൽഗാം അറ്റാക്ക്, അതേപോലെ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫിന്റെ സമയത്ത് രണ്ടു കൂട്ടരും അവരുടെ എയർ സ്പേസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ് വരുമ്പോൾ എത്രത്തോളമാണ് ഏവിയേഷനെ ആയാലും അതേപോലെ രണ്ട് രാജ്യങ്ങളെ ആയാലും ഒക്കെ ഇമ്പാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന ഇൻഡസ് വാട്ടർ ട്രീറ്റിന്നായാലും അതേപോലെ NOTAM വഴിയായാലും ഒക്കെ നമ്മൾ ഒരുപാട് വിലക്കുകൾ ഈ പറയുന്ന പാകിസ്ഥാനെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ ആദ്യമായിട്ടൊന്നും അല്ല ഇന്ത്യ ഇതേ കണക്ക് എയർ സ്പേസ് ക്ലോസ് ചെയ്യുന്നത്. ബയലാറ്ററൽ ടെൻഷൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള രീതിയിലാണ് ഈ എയർ സ്പേസ് ഒക്കെ ക്ലോസ് ചെയ്യുന്നത്. ഇതിനു മുന്നേ തന്നെ 1965 വാറിലായാലും 71 ഹൈജാക്കിങ്ങിലായാലും കാർഗിൽ വാർ, ബാലാക്കോട്ട് സ്ട്രൈക്സ് തുടങ്ങിയ ടൈമിലൊക്കെ നമ്മൾ ഈ പറയുന്ന
എയർ സ്പേസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സിവിൽ ഏവിയേഷൻ വളരെ ഒരു സ്ട്രാറ്റജിക് യൂസ് ആയിട്ടാണ് പലപ്പോഴും ലോകരാജ്യങ്ങളും കാണാറുള്ളത്. സോ എത്രത്തോളം എക്കോണമിക് ആൻഡ് ഓപ്പറേഷണൽ ഇമ്പാക്ട് ഇത് കാരണം സൃഷ്ടിക്കപ്പെടും എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഏവിയേഷന് 7,000 crore നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് എയർ സ്പേസ് ക്ലോസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട്. 32 എയർപോർട്ട്സും അതേ കണക്ക് 25 ATS റൂട്ട്സും ടെമ്പറലി ഷട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 500 ഫ്ലൈറ്റ്സ് ഡെയിലി തന്നെ റീറൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലും എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഓൾട്ടർനേറ്റ് എയർ കൊറിഡോഴ്സും അതേ കണക്കിന് ഏവിയേഷൻ സേഫ്റ്റി പ്രോട്ടോകോൾസും ഒക്കെ എൻഹാൻസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് അവിടെ ചൂണ്ടിക്കാട്ടുന്നത്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് NOTAM, ദാറ്റ് ഈസ് നോട്ടീസ് ടു എയർമാൻ മെക്കാനിസം. അതായത് പൈലറ്റ്സിന് കൊടുക്കുന്ന ഒഫീഷ്യൽ നോട്ടീസിനെയാണ് ഈ പറഞ്ഞ NOTAM എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഹസാർഡ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ അവരെ അറിയിക്കാനായിട്ടാണ് ഈ പറഞ്ഞ NOTAM നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഏവിയേഷൻ അതോറിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് ഈ എയർ സ്പേസ് ക്ലോഷർ കാരണം സംഭവിക്കുന്നതെന്ന് നോക്കാം. ഫ്ലൈറ്റ്സ് പലപ്പോഴും റീറൂട്ട് ചെയ്യുകയോ ഡിലേ ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഹയർ ഫ്യൂല്, ഓപ്പറേഷൻ കോസ്റ്റ് ഒക്കെ വളരെയധികം വർദ്ധിക്കാറുണ്ട്. അതേപോലെ തന്നെ സേഫ്റ്റി കൺസേൺസിന്റെ കാര്യത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കൺസേൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ FIRs, ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയൻ ആൻഡ് ATS റൂട്ട്സ്. FIR എന്ന് പറയുന്നത് എയർ സ്പേസ് സോൺസ്, അതായത് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന എയർ സ്പേസ് സോൺസുകളെയാണ് നമ്മൾ FIR എന്ന് പറയുക. ദെൻ ATS റൂട്ട് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിന്റെ ഫിക്സഡ് റൂട്ട് അല്ലെങ്കിൽ ഫിക്സഡ് പാത്തിനെയാണ് നമ്മൾ ATS എന്ന് പറയുന്നത്. സോ എന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈച്ച് FIR മാനേജ്ഡ് ബൈ എ കൺട്രി എന്ന രീതിയിലായിരിക്കും. അതേപോലെ തന്നെ മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. India and its neighborhood, strategic use of civil aviation and treaties in India-Pakistan bilateral relation, impact to terrorism on international civil aviation critical infrastructure, economic consequence of airspace restriction on India's civil aviation sector തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന ഒരു ടോപ്പിക് വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമ്മൾ GS1, GS2, GS3 പേപ്പേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധിക്കുന്ന ആർട്ടിക്കിളുകളാണ് നമ്മൾ മെൻഷൻ ചെയ്തതും ഡിസ്കസ് ചെയ്തതും ഒക്കെ. സോ നാളെ നമുക്ക് മറ്റൊരു ന്യൂസ് സെഷനായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.